വിശ്വാസത്തെക്കുറിച്ച് 3 കുട്ടികൾ അവരുടെ നിർവചനം നൽകുകയായിരുന്നു. ഒന്നാമത്തവൻ ഇങ്ങനെ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ടേക്കിംഗ് ഹോൾഡ് ഓഫ് ഗാഡ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതുവരെയും ദൈവത്തിൽ വിശ്വാസം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു പ്രയാസം വരുന്ന സമയത്ത് ദൈവത്തെ ചേർത്ത് പിടിക്കുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞു. രണ്ടാമത്തവൻ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ഹോൾഡിംഗ് ഓൺ ടു ഗോഡ്. അതായത് ദൈവത്തെ ഇതുവരെയും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ ഒരു പ്രയാസഘട്ടം വരുന്ന സമയത്ത് ദൈവത്തെ ഹോൾഡ് ഓൺ ചെയ്യുകയാണ്. കൂടുതൽ ശക്തിയോടുകൂടെ ദൈവത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് വിശ്വാസം. മൂന്നാമത്തവൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് നോട്ട് ലെറ്റിംഗ് ഗോ. അതായത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ഞാൻ പിടിവിട്ടു പോകാതെ ദൈവത്തെ വിട്ടുകളയാതിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞു. 1 ദൈവത്തെ പിടിക്കുക, 2 ദൈവത്തെ മുറുക്ക പിടിക്കുക, 3 ദൈവത്തെ വിടാതിരിക്കുക. 3 പേര് പറഞ്ഞതും സത്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസവേളയിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അഗ്നിച്ചൂളയിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ദൈവത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത്. ഒരാൾ വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് വിശ്വാസം ഒരിക്കലും പോക്കറ്റിൽ കൈയിട്ടുകൊണ്ടിരിക്കുകയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും നമുക്ക് പ്രതികൂലമായി അനേക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ വിടാതെ പിടിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലണ്ടിലെ ഒരു പ്രഭുവായിരുന്ന ഹാരി ലോഡറിൻ്റെ ഏക മകൻ കൊല്ലപ്പെട്ടു. ഹൃദയം തകർന്നിരുന്ന അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ പ്രയാസവേളയിൽ എനിക്ക് 3 ചോയ്സുകളാണുള്ളത്. 1 എന്ന് പറയുന്നത് ഒരു തികഞ്ഞ മദ്യപാനിയായി തീർന്ന് എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും മറന്ന് ജീവിക്കുക. 2-ാമത്തേത് എന്ന് പറയുന്നത് എൻ്റെ ജീവിതവും ഞാൻ ഇതോടുകൂടെ കൈവിട്ട് വിഷാദത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുക. 3-ാമത്തേത് എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവകൃപയാൽ 3-ാമത്തെ ചോയ്സ് ഞാൻ തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ വേദനയുടെ ആഴം എത്രയെന്ന് ആർക്കും അറിയില്ല, എന്നാൽ അത് നല്ലതായി അറിയാവുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏക ചോയ്സ് എന്ന് പറയുന്നത് വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വഴുതി പോകാതെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർത്ത് നിർത്തുക.